പ്രയോഗം പടച്ചുവിട്ടതാരാണെന്ന ചോദ്യമാണ് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പ്രചരിപ്പിക്കപ്പെട്ട കാഫിർ വാട്സപ്പ് സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ വൈകുന്നതിനെ ചൊല്ലി വീണ്ടും രാഷ്ട്രീയ പോരുമുറുകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വ്യാജ വാട്സപ്പ് സന്ദേശത്തിന് പിന്നിൽ CPM ആണെന്ന് ജില്ലാ സെക്രട്ടറിയുടെ പേരെടുത്ത് പറഞ്ഞ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജിയും റവല്യൂഷണറി യൂത്തും രംഗത്തെത്തിയതോടെയാണ് തർക്കം പുതിയ തലത്തിലെത്തിയത്. വടകര പോലെ സെൻസിറ്റീവായ സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കലാപമുണ്ടാക്കാൻ CPM ശ്രമിക്കുന്നു. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ബോംബ് പൊട്ടി? സമാധാനമുണ്ടാക്കണമെന്ന് അപ്പോൾ മുസ്ലിം ലീഗ് പറയണ്ടേ? ഉടനെ മോഹൻ മാഷ് സമാധാനം ഉണ്ടാക്കണ്ടേ എന്ന്. ആരാണ് ഈ മോഹൻ മാഷ്? എന്തിനാണ് മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത്? ആദ്യം ഈ മോഹൻ മാഷെ പിടിച്ചകത്തിട്ടാൽ രാജ്യത്ത് മുഴുവൻ സമാധാനമുണ്ടാകും. ഇവിടെ മാത്രമല്ല, കാസർഗോഡും ഇങ്ങനെ തന്നെയാണ് CPM ചെയ്യുന്നതെന്നായിരുന്നു KM ഷാജി കോഴിക്കോട് സംസാരിച്ചത്. അതേസമയം ഏറെ വിവാദത്തിലായ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ P മോഹനന്റെ മകന്റെ നേതൃത്വത്തിലുള്ള സൈബർ സംഘമാണെന്നായിരുന്നു റവല്യൂഷണറി യൂത്ത് പ്രസ്താവനയിൽ പറഞ്ഞത്. ഇതിനെ അപലപിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തി. വടകരയെ സംഘർഷഭൂമിയാക്കാനുള്ള നീക്കമാണ് ഷാജിയെ പോലുള്ളവർ നടത്തുന്നതെന്നായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ വിമർശനം. സമാധാന യോഗം വിളിക്കണമെന്ന ആവശ്യത്തെ ചൊല്ലിയും രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. സർവകക്ഷി സമാധാന യോഗത്തോട് CPM അനുകൂലമായാണ് പ്രതികരിച്ചത്. സമാധാനം പുലരാൻ നടപടി വേണമെന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വവും സ്വീകരിച്ചത്. എന്നാൽ വ്യാജ സന്ദേശം പ്രചരിപ്പിച്ച് നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരെ നിയമത്തിന്റെ മുന്നിലെത്തിച്ച ശേഷം മതി സമാധാന യോഗമെന്ന നിലപാട് UDF-നുള്ളിൽ ഉയർന്നു. വടകരയിലെ കോൺഗ്രസും RMPയും ലീഗുമെല്ലാം ഈ നിലപാടിനൊപ്പമായിരുന്നു. പിന്നീട് സമാധാന യോഗം എന്നത് വ്യാജ വാട്സപ്പ് സന്ദേശം സൃഷ്ടിച്ച കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ CPM ആസൂത്രണം ചെയ്തതാണെന്നായിരുന്നു UDF-ന്റെയും RMPയുടെയും നിലപാട്. സമാധാന യോഗം വിളിക്കേണ്ടത് സർക്കാരാണെന്നും സർക്കാർ വിളിച്ചാൽ അപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് UDF RMP വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ N വേണു പ്രതികരിച്ചത്. ഇതിനിടെയാണ് CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി KM ഷാജി രംഗത്തെത്തിയത്. CPM ലീഗുമായി ചേർന്ന് സമവായ നീക്കം നടത്തുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് ലീഗ് നേതാവ് തന്നെ CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. വോട്ടെണ്ണൽ ദിനം അടുത്തുവരുന്ന പശ്ചാത്തലത്തിൽ കാഫിർ വിഷയം വീണ്ടും പുകയുന്നത് ക്രമസമാധാന പ്രശ്നമാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. യൂത്ത് ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് കാസിമിന്റെ പേരിലാണ് കാഫിർ പ്രയോഗം പ്രചരിച്ചത്. താൻ നിരപരാധിയാണെന്നും കുറ്റക്കാരനെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് കാസിം 2 തവണ പോലീസിൽ പരാതി നൽകി. ഇതിനിടെയാണ് കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ടായത്. DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും അന്വേഷണം എങ്ങുമെത്താതെ വന്നതോടെ ആരോപണ വിധേയനായ PK മുഹമ്മദ് കാസിം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അന്വേഷണം നടത്തണമെന്ന് ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ടാണ് കാസിം ഹൈക്കോടതിയെ സമീപിച്ചത്. ഏപ്രിൽ 25-ന് കാസിം സ്വന്തം നിലയ്ക്കും സംഘടനാ തലത്തിലും പോലീസിൽ പരാതി നൽകി. അന്വേഷണം മുന്നോട്ടു പോകാതെ വന്നതോടെ കഴിഞ്ഞ ആഴ്ച വീണ്ടും SP-ക്ക് പരാതി നൽകി. കഴിഞ്ഞ ദിവസം DGP-ക്ക് പരാതി നൽകി. ഇതിനിടെ യൂത്ത് ലീഗ് കളക്ടർക്കും പരാതി നൽകി. തുടർന്നാണ് കാസിം ഹൈക്കോടതിയെ സമീപിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസ് ചോദ്യം ചെയ്യുകയും 4 മണിക്കൂറോളം ഫോൺ പരിശോധിക്കുകയും ചെയ്തുവെന്ന് കാസിം പറയുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. താൻ കുറ്റക്കാരനല്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടതാണ്. അക്കാര്യം പോലീസിനെ രേഖാമൂലം അറിയിക്കണമെന്നാണ് കാസിമിന്റെ പ്രധാന ആവശ്യം. എന്നാൽ പോലീസ് അതിന് തയ്യാറാകുന്നില്ല. ഇതോടെയാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. സംഭവം നടന്ന് ഏതാണ്ട് 1 മാസമാകാറായിട്ടും വാട്സപ്പ് സന്ദേശത്തിന്റെ ഉറവിടം പോലും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. മെറ്റയുടെ റിപ്പോർട്ടിന് കാത്തുനിൽക്കുകയാണ് കേരള പോലീസ്.